Once there was a grandfather who gifted his grandson a watch. ഈ വാച്ച് വിറ്റ് കിട്ടുന്ന കാശ് അതെൻ്റെ മോൻക്കുള്ളതാണ് എന്നാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. കൊച്ചുമകൻ അതുമായിട്ട് അടുത്തുള്ളൊരു വാച്ച് മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം അതിന് 100 രൂപയാണ് വില കൽപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ കൊച്ചുമകൻ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഡോണ്ട് ബിലീവ് ദാറ്റ് പേഴ്സൺ. അയാൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് അടുത്ത ആളെ നോക്കാം. അങ്ങനെ കൊച്ചുമോൻ അടുത്ത ഇടം തേടിപ്പോയി, ഒരു മാർവാടിയുടെ അടുത്തേക്ക്. അദ്ദേഹം അതിന് 20,000 രൂപ ഓഫർ ചെയ്തു. ഗ്രാൻഡ് സൺ അത്യാവശ്യം ഹാപ്പിയൊക്കെ ആയി ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ പറഞ്ഞ്, ഇറ്റ്സ് ബെറ്റർ ബട്ട് സ്റ്റിൽ വി ഹാവ് അനദർ ഓപ്ഷൻസ് ടു. അങ്ങനെ കുട്ടി അടുത്ത ഇടം തേടിപ്പോയി. അവിടെ ആ വാച്ചിന് 1,00,000 റുപ്പീസ് വില പറഞ്ഞു. കാരണം അതൊരു മ്യൂസിയവും ഈ വാച്ചൊരു ആൻറ്റിക് പീസായിരുന്നു. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ മൂല്യം നിശ്ചയിക്കപ്പെടാത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വന്തം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തലുകളും പരിഗണനയില്ലായ്മ മാത്രം കൊണ്ട് തളർന്നു പോകാറുണ്ട്. മന്ദൻ്റെ ആവുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോലും കാശില്ലാതെ കുട്ടികൾ ഇതുപോലിട്ട് ഓടിക്കാറുമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ സ്കിൽസിൽ നമ്മൾ വിശ്വസിക്കുക, സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സന്തോഷിക്കുക, നമ്മളായിട്ട് ആരും ദ്രോഹിക്കാതിരിക്കുക. ഇടയ്ക്ക് ഹൈലി കൺവിൻസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ സാരമില്ല, മൂവ് ഓൺ.